നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചു. സംസ്ഥാന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഈ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ആ വാർത്തയിലേക്കാണ് ആദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ഭൂനികുതിയിൽ 50% വർധനയാണ് വരുത്തിയത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് ആശ്വാസമാണ്. ഒരു ഗഡു ക്ഷാമബത്ത കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. വരുമാന വർധനവിന് ഊന്നൽ നൽകുന്നതാണ് KN ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ്. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 രൂപയായി മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8% നികുതിയും, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോൺട്രാക്ട് കാരിയേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് 15 കോടി രൂപയുടെ അധിക വരുമാനം. സ്റ്റേറ്റ് കാരിയേജ് വാഹനങ്ങളുടെ നികുതി 10% കുറച്ചു. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. VK മോഹനൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി ഫീസും കൂട്ടി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹേബിയസ് കോർപ്പസ് പൊതുതാൽപര്യ ഹർജികൾക്ക് നിലവിലുള്ള ഫീസ് ഒഴിവാക്കിയിട്ടുമുണ്ട്. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാതെ സംസ്ഥാന ബജറ്റ്. അതത് മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുമെന്നും അവശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും മാത്രമാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. 2021 ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണന എന്ന കാഴ്ചപ്പാടാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. LDFന്റെ പ്രകടന പത്രിക 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ടതില്ല. മന്ത്രിസഭാ തീരുമാനത്തിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയും. നിലവിലുള്ള കുടിശ്ശിക തീർത്ത ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് വിഴിഞ്ഞം പദ്ധതി ബജറ്റ് പ്രസംഗത്തിന്റെ കവർ പേജാക്കി ധനമന്ത്രിയുടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആവർത്തിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുമായിരുന്നു ബജറ്റ് പ്രസംഗം. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന പരോക്ഷ സൂചന ധനമന്ത്രി നൽകി. വിഴിഞ്ഞം പദ്ധതിയിലൂടെ കേരളത്തിന്റെ അതിജീവനം, ഒപ്പം വയനാടിനെ സൂചിപ്പിക്കുന്ന മലനിരകൾ. ഇതാണ് ബജറ്റിന്റെ കവർ പേജ്. കേന്ദ്ര അവഗണനയ്ക്ക് കവർ പേജിലൂടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടുകളാണെന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് ആരംഭിച്ചത്. പക്ഷേ പ്രതിസന്ധി രൂക്ഷമല്ല, അതിജീവനത്തിലാണ് കേരളം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു.
മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ആദ്യഘട്ടത്തിൽ 750 കോടി രൂപ, പാക്കേജിനധികമായി 85 കോടി. കിഫ്ബി റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ വരുമെന്ന് സൂചന നൽകി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. ജലസേചന, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവയ്ക്കായി 610 കോടി രൂപ, വന്യജീവി ആക്രമണം തടയാൻ 75 കോടി രൂപയും വകയിരുത്തി. ഭക്ഷ്യവകുപ്പിന് വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് ഇത്തവണ പരിഹരിച്ചു. 2063 കോടി രൂപ വിപണി ഇടപെടലിന് അനുവദിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി രൂപയും നൽകി. പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ടാണ് KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസ മുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. സർ, ലോകമാകെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധവെറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു. ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട്. 24 തിരുവനന്തപുരം. നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ കുതിപ്പ് നൽകാൻ ഉതകുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ബജറ്റ് പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മൈതാന പ്രസംഗം പോലുള്ള ബജറ്റ് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിമർശനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ശരിയായി എന്ന ബജറ്റിന്റെ ആദ്യ വാചകം തന്നെ കാപട്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് ബജറ്റ്. ഭൂനികുതി വർധനവ് സാധാരണക്കാരെ പിഴിയാനെന്നും UDF സമരമാലോചിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള ക്ഷേമാശ്വാസങ്ങൾക്കും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ഒരുപോലെ ഊന്നൽ നൽകുന്നതാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ഭൂനികുതി ഉയർത്തിയത് സാധാരണക്കാരെ ബാധിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റെന്ന് K സുരേന്ദ്രന്റെ വിമർശനം. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇനിയും അവസരമുണ്ടെന്നും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. 24 തിരുവനന്തപുരം. സ്വന്തം ജില്ലയായ കൊല്ലത്തോട് പ്രത്യേക സ്നേഹം കാണിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടുമില്ല, എല്ലായിടത്തും വളർച്ചയുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ബജറ്റിനു ശേഷം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനോട് സംസാരിക്കുകയായിരുന്നു KN ബാലഗോപാൽ. അങ്ങനെ പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടെയും കാണിക്കുന്നില്ല. കണക്കുകൾ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി ഓരോ സ്ഥലത്തുമുള്ള കാര്യങ്ങൾ കാണാം. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും റിമോട്ടായ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും, ചെറുപട്ടണങ്ങളിൽ പോലും ഇങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു. അതുമാത്രമാണ് അതിനകത്ത് വന്നേക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമല്ല. ഈ പറഞ്ഞ തുകയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്തായിട്ടൊരു കാര്യം വരത്തില്ല. പിന്നെ ഇപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, അപ്പോൾ എൻ്റെ പ്രദേശമായിട്ടുള്ള കൊല്ലത്തുൾപ്പെടെ എല്ലാ സ്ഥലത്തും ധാരാളം കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യ കമ്പനിക്ക് CPIയുടെ കടുംവെട്ട്. മദ്യനിർമ്മാണശാലയ്ക്കായി ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് തള്ളി. CPI വകുപ്പിന്റെ തീരുമാനമാണോ ഇതെന്ന് തനിക്കറിയില്ല എന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. വൻകിട നിർമ്മാണശാല തുടങ്ങാൻ എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമി ഒയാസിസ് എന്ന കമ്പനി വാങ്ങിയിരുന്നു. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒയാസിസ് എന്ന കമ്പനി നൽകിയ ഭൂമി തരമാറ്റാനുള്ള അപേക്ഷയാണ് റവന്യൂ വകുപ്പ് തള്ളിയത്. നിർദ്ദിഷ്ട ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും RDO ഉത്തരവിൽ വ്യക്തമാക്കി. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരംമാറ്റം അനുവദിക്കാനാകില്ലെന്നും RDO അറിയിച്ചു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്.
ഒയാസിസ് കമ്പനി അപേക്ഷിച്ച ഭൂമി കൃഷിഭൂമിയാണെന്നും അത് തരമാറ്റാൻ അനുവാദമില്ലെന്നും ജില്ലാ കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി തരിശായി കിടക്കുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ CPI നിലപാട് ശക്തമാക്കുന്നതിനിടെയാണ് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നടപടി. ഇതിൽ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ മറുപടി ഇങ്ങനെ: ഈ അനുമതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ബാക്കി അനുമതികളെല്ലാം അവർ നേടേണ്ടതാണ് എന്നത്. എക്സൈസിൻ്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനാണ് അനുമതി കൊടുത്തത്. അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒയാസിസ് കമ്പനി തടസ്സ ഹർജി ഫയൽ ചെയ്തു. എതിർപ്പുന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. മദ്യനിർമ്മാണശാല വിവാദ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ LDF യോഗം വിളിച്ചു. ഘടകകക്ഷികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ മാസം 19-ന് യോഗം വിളിച്ചത്. പതിവിന് വിപരീതമായി ഇത്തവണ CPI ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിൽ വെച്ചാണ് മുന്നണി യോഗം. മുന്നണിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട വേദിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭായോഗം തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ഘടകകക്ഷികൾ പരസ്യമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് LDF യോഗം വിളിച്ചത്. CPI, RJD എന്നീ ഘടക പാർട്ടികളാണ് എതിർപ്പുന്നയിച്ച് രംഗത്ത് വന്നത്. മദ്യനയം ചർച്ച ചെയ്യാൻ മുന്നണി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് RJD കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ മാസം 19-ന് ഉച്ചയ്ക്ക് 3:30-ന് യോഗം ചേരാൻ തീരുമാനിച്ചത്. മദ്യനിർമ്മാണശാല അനുമതി, കിഫ്ബി റോഡുകളിലുള്ള യൂസർ ഫീ പിരിവ് തുടങ്ങിയ വിവാദങ്ങളെല്ലാം യോഗത്തിൽ ചർച്ചയാകും. മദ്യനിർമ്മാണശാല വിഷയത്തിലും കിഫ്ബി യൂസർ ഫീയിലും പിന്നോട്ടില്ല എന്നതാണ് CPIMന്റെ സമീപനം. എന്നാൽ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഘടകകക്ഷികൾ എതിർപ്പിനെ അവഗണിച്ച് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുമെന്നതാണ് മുന്നണി നേതൃത്വത്തിന് മുന്നിലുള്ള രാഷ്ട്രീയ ചോദ്യം. ഇത്തവണ LDF യോഗം ചേരുന്നത് CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ വെച്ചാണ്. AKG സെന്ററിന് പുറത്ത് വെച്ച് LDF യോഗം കൂടുന്നത് അപൂർവമാണ്. നവീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് CPI നേതൃത്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ക്ഷണിച്ചിരുന്നു. കൂട്ടത്തിൽ പുതിയ മന്ദിരത്തിൽ മുന്നണി യോഗമൊക്കെ കൂടാനുള്ള സൗകര്യമുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത യോഗം അവിടെയാകാമെന്ന് MV ഗോവിന്ദന് മറുപടി നൽകി. അതോടെയാണ് ഇത്തവണത്തെ LDF യോഗം MN സ്മാരകത്തിൽ വെച്ച് ചേരാൻ കളമൊരുങ്ങിയത്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ കൂടി തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുതെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസത്തിൽ കേന്ദ്ര സഹായത്തിനായി കാത്തിരിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതിയും നിർദ്ദേശം നൽകി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത്. സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ കൂടി തുക കണ്ടെത്തണം. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമറിയിക്കാമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്നാൽ വായ്പയ്ക്ക് കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമാണ് നൽകിയതെന്ന സൂചന കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര നിലപാടിന് പിന്നാലെ സംസ്ഥാനം സ്വന്തം നിലയിൽ കൂടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ 1/4 ഭാഗം ചെലവഴിച്ച ശേഷം അറിയിക്കാനും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വയനാട് പുനരധിവാസത്തിനായി തുക വകയിരുത്താത്തതിൽ വിവാദം പുകയുമ്പോഴാണ് കേന്ദ്രത്തിന്റെ പുതിയ നിലപാടെന്നതാണ് ശ്രദ്ധേയം. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടികയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം നൽകി. ആകെ 322 വീടുകളാണ് ഉൾപ്പെടുത്തിയത്. ആദ്യ പട്ടികയിൽ 242 വീടുകളും അനുബന്ധ 2ാം പട്ടികയിൽ 80 വീടുകളുമാണ് ഉൾപ്പെടുന്നത്. 10ാം വാർഡിൽ 92 വീടുകൾ, 11ൽ 112 വീടുകൾ, 12ാം വാർഡിൽ 113 വീടുകളും വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി. പഞ്ചായത്ത് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. പട്ടിക ഉടൻ പുറത്തുവിടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാവുകയാണ് തലസ്ഥാനം. BJPക്കെതിരെ ഓപ്പറേഷൻ താമര ആരോപണം ഉന്നയിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ മൊഴിയെടുക്കാൻ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥരെത്തി. എന്നാൽ AAP സഹകരിക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. വിവാദ പരാമർശത്തിൽ കെജ്രിവാളിന്റെ മൊഴി രേഖപ്പെടുത്താനെത്തിയ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. ഒടുവിൽ കെജ്രിവാളിന് നോട്ടീസ് നൽകി മടങ്ങി. 16 സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിൽ അന്വേഷണത്തിനാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥരെ കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ തടഞ്ഞു. അന്വേഷണം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാതെ അകത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്തതോടെ ഉദ്യോഗസ്ഥർ പുറത്തു കാത്തുനിന്നു.
देखिए अभी एसीबी ऑफिसर्स पिछले 1 घंटे से यहाँ पे बाहर सिक्योरिटी रूम में बैठे हैं। वो बगैर किसी तैयारी के, बगैर किसी इंस्ट्रक्शन के, ना उनके पास कोई नोटिस है, ना उनके पास कोई इंस्ट्रक्शंस हैं। वो किससे इंस्ट्रक्शन ले रहे हैं? 1 घंटे से वो बड़े कंफ्यूजन स्टेट ऑफ माइंड से अंदर बैठे हुए हैं। ഒടുവിൽ തെളിവുകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകി അന്വേഷണ സംഘം മടങ്ങി. വോട്ടെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെയായിരുന്നു 8 MLA-മാർ ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിലെത്തിയത്. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആം ആദ്മി പാർട്ടിയുടെ ആശങ്കയും കൂറുമാറ്റമാണ്. BJP അടർത്തിയെടുക്കുമോ നേതാക്കളെ എന്ന ഭീതിയിലാണ് പാർട്ടി. നാളെ ഫലം പ്രഖ്യാപിക്കാനിരിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. 70 നിയമസഭാ മണ്ഡലങ്ങൾ, 36 എന്ന മാജിക് സംഖ്യ കടക്കുന്നവർക്ക് രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിക്കാം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ മലിനീകരണം വരെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട 1 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിലെ ജനങ്ങൾ ആർക്ക് അനുകൂലമായി വിധിയെഴുതിയെന്ന് നാളെ അറിയാം. രാജ്യം ഉറ്റുനോക്കുന്ന ആവേശകരമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 24 സംഘവും തയ്യാർ. ടീം 24 ഡൽഹി. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.